സത്യത്തിൽ ഗബ്രി പുറത്തായി എന്ന് ജാസ്മിൻ ഇപ്പോഴും പൂർണ്ണമായിട്ട് വിശ്വാസം വന്നിട്ടില്ല. അതായത് ബിഗ് ബോസ് ഗബ്രിയെ തിരിച്ചു കൊണ്ടുവരുമെന്നാണ് ജാസ്മിൻ വിശ്വസിക്കുന്നത്. നാളെ ഹോട്ടൽ ടാസ്ക് ഉണ്ട്. സോ ഹോട്ടൽ ടാസ്കിൽ ഗബ്രി അതിഥിയായിട്ട് എത്തുന്നത് സ്വപ്നം കണ്ടിട്ടായിരിക്കും ഇന്ന് ജാസ്മിൻ ഉറങ്ങുക. അതിന് കാരണങ്ങൾ ഒരുപാടുണ്ട്. എന്ന് വെച്ചാൽ ജാസ്മിന്റെ കണ്ണിൽ ഗബ്രിയാണ് അവിടുത്തെ ഏറ്റവും മികച്ച പ്ലെയർ എന്ന് പറയുന്നത്. ആരെക്കാളും നന്നായി സംസാരിക്കുന്നു, ടാസ്കുകൾ കളിക്കുന്നു. പക്ഷെ ജാസ്മിൻ മനസ്സിലാക്കാത്തൊരു സൈഡുണ്ട്. ഈ ഒരു ഗെയിം ഷോ എന്ന് പറയുന്നത് മികച്ച രീതിയിൽ ഗെയിം കളിക്കുക, നന്നായി സംസാരിക്കുക, അത് നോക്കി ഒരാളെ തിരഞ്ഞെടുക്കുക എന്നൊരു ഗെയിം ഷോയേ അല്ല. നിങ്ങളിൽ പലർക്കും അറിയാമല്ലോ, ക്യൂട്ട്നെസ് വാരി വിതർന്ന് നമ്മുടെ ശ്രീതുവിന് വരെ എത്ര ഫാൻസ് ഉണ്ടെന്ന്. പക്ഷേ അതാണ് ഈ ഗെയിം ഷോ. ആളുകൾക്ക് ഇഷ്ടപ്പെട്ടാൽ മതി. ആളുകളുടെ വോട്ടിനാണ് വാല്യൂ ഉള്ളത്. അല്ലാതെ നിങ്ങൾ ഇനിയിപ്പോൾ അതിനകത്ത് കിടന്ന് തലകുത്തി മറിഞ്ഞാലും സർക്കസ് കാണിച്ചാലും ഒരു കാര്യമില്ല. ആളുകളുടെ സ്നേഹം പിടിച്ചു പറ്റണം. അത് ക്യൂട്ട്നെസ് വാരി വിതറിയിട്ടാണെങ്കിലും വിക്ടിം കാർഡ് കളിച്ചിട്ടാണെങ്കിലും മണ്ടനായി നിന്നിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും ആളുകൾക്ക് ഇഷ്ടപ്പെടണം. ഫോൺ എടുത്ത് വോട്ട് ചെയ്യാൻ തോന്നണം. എന്നാലേ നിങ്ങൾക്ക് അതിനകത്ത് നിൽക്കാൻ പറ്റുള്ളൂ. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൽ വേറെ ഒന്നും നമ്മൾ വിചാരിച്ചിട്ടോ പറഞ്ഞിട്ടോ കാര്യമില്ല. അപ്പോൾ ജാസ്മിൻ്റെ കണ്ണിൽ ഗബ്രി വളരെ കിടിലൻ ഒരു പ്ലെയറാണ്. ഗബ്രി ആക്റ്റീവായ ഒരു പ്ലെയർ എന്ന് പറയുന്നതായിരിക്കും നല്ലത്. കാരണം ബിഗ് ബോസിന്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ ഇതിനെ കാണുമ്പോൾ ഗബ്രി ഒരു കിടിലൻ പ്ലെയർ ആണ്. പക്ഷേ ഓഡിയൻസിന്റെ സപ്പോർട്ട് നേടുന്നതിൽ ഗബ്രി ഒരു പരാജയമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പുറത്തു വേണ്ടി വന്നത്. ഇപ്പോൾ ജാസ്മിൻ നാളെ അതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയോടെ ഇരിക്കും. പക്ഷേ ഡോറ് തുറന്ന് കയറി വരുന്ന ആരാണ്? സാക്ഷാൽ സാബുമോൻ. ജാസ്മിന്റെ പ്രതീക്ഷകളെ തച്ചുടച്ചുകൊണ്ടാണ് സാബുമോൻ നാളെ ബിഗ് ബോസ് വീട്ടിലേക്ക് സത്യം പറഞ്ഞാൽ എത്തുന്നത്. ഗബ്രി എത്തുമെന്ന ആ പ്രതീക്ഷയും നാളെ ജാസ്മിൻ അങ്ങനെ നഷ്ടമാകും.